എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പ്. അതേസമയം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പോലും ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് വിലയിരുത്തൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ LDFും ഇപ്പോൾ അതിനപ്പുറത്തുള്ള ഒരു പ്രകടനം തന്നെയായിരിക്കും വോട്ടെണ്ണുമ്പോൾ കാണാൻ സാധിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നു. മുന്നേറ്റം നടത്തുന്നു എന്നതാണ് പൊതുവെ NDAയെ സംബന്ധിച്ചിടത്തോളം എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിക്കുന്നത്. ഇപ്പോൾ പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്ന് TG സജിത്ത് കൂടി ചേരുന്നുണ്ട്. സജിത്ത്, എക്സിറ്റ് പോൾ ഫലങ്ങൾ അത് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുമോ തെരഞ്ഞെടുപ്പിൽ എന്നതിൽ നമുക്ക് വ്യക്തതയില്ല. ചില കോണുകളെങ്കിലും ഇതിനൊക്കെ അപ്പുറത്ത് UDFിനൊരു വലിയ തരംഗമുണ്ട്, ഒരു സൈലന്റ് നിശബ്ദ തരംഗം ഉണ്ട്. ആ തരംഗം UDFിന് വലിയ അപ്രമാദിത്വം നൽകും എന്ന് വിലയിരുത്തുന്നവരുണ്ട്. അതല്ല, എക്സിറ്റ് പോളിനപ്പുറത്തെ പ്രകടനം LDF കാഴ്ചവെക്കും, എക്സിറ്റ് പോളുകൾ ശരിയാകണമെന്നില്ല എന്ന് നിരീക്ഷിക്കുന്നവർ ഉണ്ട്. ഒപ്പം BJPയെ സംബന്ധിച്ചിടത്തോളം അവർ ഫോക്കസ് ചെയ്ത മണ്ഡലങ്ങളുണ്ട്, അവിടെയാണ് അവർക്ക് ഇപ്പോഴും വിജയപ്രതീക്ഷ പുലർത്തുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. എന്തു തന്നെയാണെങ്കിലും ഇപ്പോൾ ഇതാ ന്യൂസ് 18 വേണ്ടി വോട്ട് വൈബ് നടത്തിയ സർവേയിലും ചില വിവരങ്ങൾ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ അത് UDFിന് അനുകൂലമാകും. ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾ UDFിന് വലിയ മേൽക്കൈ നൽകുന്നു. നഗര ഗ്രാമപ്രദേശങ്ങളിൽ ഏതാണ്ട് ഇഞ്ചോടിഞ്ച് ഫൈറ്റ്, യുവാക്കൾക്ക് കൂടുതൽ താല്പര്യം UDFിലേക്ക്, അങ്ങനെയൊക്കെയുള്ള ഡേറ്റകളടക്കം പുറത്തു വരുമ്പോൾ ആ കണക്കുകൾ ഇനി ആ തെരഞ്ഞെടുപ്പ് ഫലം എന്തു തന്നെയാണെങ്കിലും അത് നിർണായകമാകില്ല. തീർച്ചയായിട്ടും 3 രീതികൾ ഈ എക്സിറ്റ് പോളിനെ നമുക്ക് വിലയിരുത്താം. ഒന്ന്, എക്സിറ്റ് പോളിനും പ്രീ പോളിനും തമ്മിൽ കാര്യമായ വ്യത്യാസം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നതാണ്. അതായത് സംസ്ഥാനത്തിന്റെ പൊതുവായ ഒരു സാഹചര്യം ഭരണമാറ്റത്തിന്റെ സൂചനയാണ് എന്നത് പ്രീ പോളുകളും പങ്കുവെച്ച ഒരു വികാരമാണ്. അതേ വികാരം തന്നെ എക്സിറ്റ് പോളിലും പ്രകടമായിട്ടുണ്ട് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് സ്വാഭാവികമായും UDFിന് ആശ്വാസം നൽകുന്നതാണ്. എല്ലാ സർവേകളും പങ്കുവെക്കുന്ന ഒരു പൊതുവികാരവും അതുതന്നെയാണ്. രണ്ടാമത്തെ ഒരു ഘടകത്തിലേക്ക് വരുമ്പോൾ അത് സംസ്ഥാനത്തൊരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ സ്വഭാവം പ്രകടമാകുന്നു എന്നതാണ്. ഏതെങ്കിലും ഒരു മുന്നണിക്ക് പൂർണ്ണമായും അനുകൂലമാവുന്ന ഒരു വേവിന്റെ സൂചന നേരിട്ട് ഒരു സർവേയും പങ്കുവെക്കുന്നില്ല. അപൂർവം ചില സർവേകളൊക്കെ ഈ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ 5-6% ഡിഫറൻസ് പറയുന്നുണ്ട്. 6% ഡിഫറൻസ് സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ വേവിന്റെ സൂചനയാണ്. അങ്ങനെയെങ്കിൽ UDFിന് അനുകൂലമായ ഒരു വലിയ വേവ് ഒരു പക്ഷേ ഉണ്ടായേക്കാം. അതിനപ്പുറം മറ്റെല്ലാ സർവേകളും ഒരു ഇഞ്ചോടിഞ്ച് സ്വഭാവം പങ്കുവെക്കുന്നുണ്ട്. നേരത്തെ അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ CPM സംസ്ഥാന നേതൃത്വം ഇപ്പോഴും പ്രതീക്ഷ വെക്കുന്നത് പോലെ ഒരു നേരിയ മാറ്റത്തിലൂടെ തന്നെ ഈ എക്സിറ്റ് പോൾ തെറ്റാവുകയും തങ്ങൾ ഭരണത്തിലെത്തും എന്ന് പുറമേക്ക് പ്രതീക്ഷ വെക്കുന്ന ഒരു വികാരം, ഒരു പ്രതീക്ഷ CPM കേന്ദ്രങ്ങൾക്കുണ്ട്. ഒരുപക്ഷെ അത് ഈ എക്സിറ്റ് പോളുകൾ നൽകുന്ന ഒരു ഇഞ്ചോടിഞ്ച് സ്വഭാവം കൊണ്ട് കൂടിയാവാം. നമുക്ക് നോക്കാം, എല്ലാ സർവേകളും ഏറെക്കുറെ 55+ സീറ്റുകൾ LDFിന് പറയുന്നുണ്ട്. ചില സീറ്റുകൾ, ചില സർവേകൾ അത് 67 വരെ അല്ലെങ്കിൽ 69 വരെ നെക്ക് ആൻഡ് നെക്ക് സ്വഭാവം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. UDFിന് ഒരു വലിയ മജോറിറ്റി ആരും പറയുന്നില്ല, എന്നാൽ ചില വോട്ടിംഗ് ശതമാനത്തിലെ ഡിഫറൻസുകളും പറയുന്നുണ്ട്. അപ്പോൾ ഒരു സമീപകാലത്ത് വന്ന എക്സിറ്റ് പോളുകളുടെയും സർവേ ഫലങ്ങൾക്കും അപ്പുറം ഒരു നെക്ക് ആൻഡ് നെക്ക് സ്വഭാവം, ഒരു ഇഞ്ചോടിഞ്ച് സ്വഭാവം ഈ സർവേകളിൽ പൊതുവിൽ കടന്നു വന്നിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളിനും അപ്പുറം നമ്മുടെ ആകാംക്ഷ 4-ാം തീയതി വരെ നീളുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം BJPയുടെ പങ്കാളിത്തമാണ്. ഇതുവരെ ഒരു സർവേകളും പങ്കുവെക്കാത്ത BJPയുടെ സാന്നിധ്യം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന കാര്യം ഈ സർവേ ഫലങ്ങൾ, എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തേക്ക് പറയുന്നുണ്ട്. അതായത് BJP കൂടുതൽ സീറ്റുകൾ നേടാം. ഇതുവരെ വരുന്ന സർവേകളെല്ലാം നമുക്കറിയാം പരമാവധി 0 to 3, ഇതിനപ്പുറത്തേക്ക് ഒരു സർവേകളും സമീപകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും BJPക്ക് ഒരു സംസ്ഥാന നിയമസഭയിലെ പ്രാതിനിധ്യം പറയുന്നില്ല. പക്ഷെ ഇത്തവണ അത് 0 to 10 എന്ന ഒരു കണക്കിലേക്ക് പോലും എത്തുന്ന രീതിയിലേക്ക് ചില സർവേകളെങ്കിലും പ്രവചിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ BJPയുടെ സാന്നിധ്യം വളരെ നിർണായകമാവുന്ന ഒരു തെരഞ്ഞെടുപ്പായി മാറുന്നു എന്ന കാര്യം എക്സിറ്റ് പോൾ പറഞ്ഞു വെക്കുന്നുണ്ട് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ 3 ഘടകങ്ങളും ഈ സർവേ ഫലങ്ങളെ നിർണായകമാക്കുന്നതാണ്. ഒരു കാര്യം ആവർത്തിക്കാം, ഇതിലൊരു ഇഞ്ചോടിഞ്ച് സ്വഭാവം ഇപ്പോഴുമുണ്ട്. നമ്മുടെ എല്ലാ സർവേകൾക്കും അറിയാം, ഒരു +or- ഒരു ആക്യുറസിയുടെ ഇഷ്യൂ നമ്മൾ എപ്പോഴും പറയാറുണ്ട്. ഒരുപക്ഷെ ആ ഒരു കണക്കിൽ ഉൾപ്പെടുത്തി വിജയിച്ച് കയറാമെന്ന കണക്കിൽ ഒരുപക്ഷെ CPM മുന്നോട്ട് വെക്കുന്നതിന്റെ കാരണവും അതാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, സംസ്ഥാനത്ത് ഒരു UDFിന് അനുകൂലമായ തരംഗം, UDFിന് അനുകൂലമായ സാഹചര്യം തന്നെയാണ് ഈ സർവേകൾ പ്രവചിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.